गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्रीगुरवे नमः। ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां വന്ദേ ഗുരുപരമ്പരാം. ഈയൊരു അന്തര്യോഗത്തിൽ ഗീത 5-ാം അധ്യായത്തിൽ 5-ാം അധ്യായം മുതൽ തുടങ്ങി ഇവിടെ ഈ സമയത്ത് 5-ാം അധ്യായത്തിലെ 5-6 ശ്ലോകങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ ശ്ലോകത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഭഗവത്ഗീത ഉപദേശം തുടങ്ങുന്നതിന് 2-ാം അധ്യായത്തിലെ 11-ാം ശ്ലോകം മുതൽ 25-ാം ശ്ലോകം വരെയുള്ള സാഖ്യ ഉപദേശത്തോടു കൂടിയാണ്. അവിടെ അശോച്യാനന്വശോചസ്തം എന്ന് തുടങ്ങി നൈവം ശോചിതുമർഹസി എന്നതുവരെയുള്ള ഉപദേശ ഭാഗമാണ് ഗീതയുടെ പ്രധാനമായിട്ടുള്ള ഉപദേശം. ഗീതയുടെ ഉപദേശം എന്നുള്ള രീതിയിൽ സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച എന്നതുവരെയുള്ള അതിലൂടെ ഈ ഒരു ഉപദേശത്തിൻ്റെ സാരം ശോക നിവൃത്തിയാണ്. സംസാരത്തിൻ്റെ കാരണത്തെ ശോകമോഹങ്ങളായിട്ടാണ് പറയപ്പെട്ടത്. ഇതിലേക്ക് വരുന്നതിന് മുമ്പ് ആചാര്യസ്വാമികൾ ഭാഷ്യം തുടങ്ങുന്നതിൽ അത് തന്നെ 11-ാം ശ്ലോകത്തിൻ്റെ 2-ാം അധ്യായത്തിൽ 11-ാം ശ്ലോകത്തിൻ്റെ ഭാഷ്യം, അവിടെ അർജുനൻ്റെ പ്രശ്നത്തെ പറഞ്ഞുകൊണ്ട് ശോകമോഹങ്ങൾ ഉണ്ടാവുന്നതിനെക്കുറിച്ച് പറയുന്നു. രാജ്യ ഗുരു പിത്ര സുഹൃസ്വജന സംബന്ധ ബാന്ധവൈഹി. ഈ അർജുനൻ്റെ സുഹൃത്തുക്കളും സ്വജനങ്ങളും ഗുരുക്കന്മാരോടൊക്കെയുള്ള ഇവർ എൻ്റേതാണല്ലോ, ഞാൻ ഇവരുടേതാണല്ലോ എന്നുള്ള മമത്വ ബുദ്ധിക്ക് കാരണമാവുകയും ആ മമത്വ ബുദ്ധി ഇവരോട് ഞാൻ എങ്ങനെ എതിരിടും എന്നുള്ള ഭ്രമജനിതമായിട്ടുള്ള മമത്വ ബുദ്ധി തന്നെ ഭ്രമത്തിൽ നിന്ന് ഉണ്ടാവുന്നതാണ്. ആ ഭ്രമജനിതമായിട്ടുള്ള തീരുമാനത്തിലേക്ക് എത്തുകയും അങ്ങനെ ശോകമോഹത്താൽ ബുദ്ധി കീഴ്പ്പെടുത്തപ്പെടുകയും അങ്ങനെ സ്വതവേ യുദ്ധത്തിന് വേണ്ടി വന്ന അർജുനന് ആ യുദ്ധത്തിൽ നിന്ന് പിന്തിരിയുകയും പരധർമ്മമായിട്ടുള്ള സന്യാസത്തിന് മുതിരുകയും ചെയ്യുന്നു. ആചാര്യസ്വാമികൾ ഇതിനെ ഈ ഒരു ഉപദേശത്തിലേക്ക് എന്നെ പരിചയപ്പെടുത്തുകയാണ്, അല്ലെങ്കിൽ ഈ ഉപദേശത്തിൻ്റെ കാരണത്തെ നമ്മളെ ബോധിപ്പിക്കുകയാണ്. അപ്പോൾ ഇത് അർജുനൻ സ്വധർമ്മത്തിൽ നിന്ന് പിന്തിരിയുകയും പരധർമ്മം സ്വീകരിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നു. ഇത് പൊതുവേ ഉള്ളൊരു കാര്യമാണ്. കാരണം മമത്വത്താൽ ബുദ്ധി കീഴ്പ്പെടുത്തപ്പെടുന്ന സമയത്ത് സ്വധർമ്മത്തിൽ നിന്ന് പിന്തിരിയുകയും പരധർമ്മം ചെയ്യാൻ വേണ്ടി തയ്യാറാവുകയും ചെയ്യും. അപ്പോൾ അതിന് കാരണമായി തീരുന്നത് മമത്വമാകുന്ന ഭ്രമമാണ്.
മഹത്വഭ്രമത്തിന് കാരണം അജ്ഞാനമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ സ്വധർമ്മത്തിൽ പ്രവർത്തിച്ചാൽ തന്നെ ഉണ്ടാവുന്ന ഫലം അത് അഹങ്കാരപൂർവകവും ഫലചിന്തയോട് കൂടിയതും ആയിരിക്കും. അങ്ങനെ ഉണ്ടാവുന്ന പ്രവൃത്തിയുടെ ഫലം സുഖദുഃഖാദി സംസാര സാഗരത്തിൽ തന്നെ നിരന്തരം അലയാൻ വേണ്ടിയിട്ട് കാരണമാവുകയും അങ്ങനെ സംസാരം ഉപരമിക്കാതിരിക്കുകയും സുഖദുഃഖാദികളായിട്ടുള്ള സംസാരത്തിൽ നിരന്തരം ഏർപ്പെടുകയും ചെയ്യുന്ന സമയത്ത് ഈ സംസാരത്തിന് കാരണമായി തീരുന്നത് ശോകമോഹങ്ങളാണ് എന്നും സംസാരത്തിൻ്റെ മൂലം ശോകമോഹങ്ങളാണെന്നും ആ ശോകമോഹങ്ങളിൽ നിന്ന് മുക്തമാവാൻ ഈ സംസാരമുക്തിക്ക് സർവകർമ്മസന്യാസപൂർവകമായിട്ടുള്ള ആത്മജ്ഞാനം ഒന്ന് മാത്രമേ അതിൽ നിന്ന് മുക്തമാവാനുള്ള പരിഹാരമായിട്ട് ഉള്ളൂ എന്നും അങ്ങനെ ആ ഒരു മുക്തിക്ക് വേണ്ടി അശോച്യാൻ അന്വശോചസ്തും എന്നുള്ള ഉപദേശത്തെ സർവ്വലോകത്തിൻ്റെയും ഉപകാരത്തിന് വേണ്ടി ഭഗവാൻ വാസുദേവൻ അശോച്യാൻ അന്വശോചസ്തും എന്നുള്ള ഉപദേശം ആരംഭിക്കുകയും ചെയ്യുന്നു. ഈ ഒരു ഉപദേശത്തിലൂടെ എന്താണ് സംസാര കാരണം? സംസാരത്തിൻ്റെ കാരണം അജ്ഞാനമാണ്, മമത്വമാണ്. ആ മമത്വത്തിൽ നിന്ന് നിവൃത്തി നേടാൻ ആത്മജ്ഞാനം മാത്രമേ രക്ഷയുള്ളൂ. ആ ആത്മജ്ഞാനത്തെയാണ് സാഖ്യ ഉപദേശം എന്നുള്ളതിലൂടെ ഉപദേശിക്കപ്പെടുന്നത്. അവിടെ വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ആ ഉപദേശങ്ങൾ അശോച്യാനന്വശോചസ്ത്വം പ്രജ്ഞാവാദാംശ്ച ഭാഷസേ ഗതാസൂന ഗതാസുംശ്ച നാനുശോചന്തി പണ്ഡിതാഹ. പ്രാണൻ പോയവരെക്കുറിച്ചും പ്രാണൻ പോകാത്തവരെക്കുറിച്ചൊക്കെ ഒന്നും പണ്ഡിതൻ ദുഃഖിക്കുന്നില്ല. പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ ആത്മജ്ഞാനി. ആ ആത്മജ്ഞാനം എന്താണ്? സ്വരൂപജ്ഞാനം. നമ്മുടെയൊക്കെ സ്വരൂപജ്ഞാനം എന്താണ് എന്ന് ഉള്ള ഇതിലേക്ക് വരികയാണ്. അവിടെ പറഞ്ഞു തുടങ്ങി ബാഹ്യമായിട്ടുള്ള മാത്രാസ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖദുഃഖദാഹ. ബാഹ്യമായിട്ടുള്ള സുഖത്തിൻ്റെ കാരണമായിട്ടുള്ള അതും ദുഃഖത്തിന് കാരണമായി തീരുന്ന പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ വന്നു പോകുന്നവരാണ്. അനിത്യാഹ. അതിനെ നീ തിതിക്ഷ ചെയ്താലും അത് വന്നു പോകുന്നതാണ്, സ്ഥിരമായിട്ട് നിൽക്കുന്നതല്ല എന്നുള്ള അറിവോടുകൂടി അങ്ങനെയുള്ള ആളുകൾ അമൃതത്വത്തിനായിട്ട് കൽപ്പിക്കപ്പെടുന്നു. ശരീരത്തിൽ വരുന്ന മാറ്റങ്ങളൊന്നും തന്നെ ബാല്യം, യൗവനം, കൗമാരം ഇങ്ങനെയുള്ള നമുക്ക് അനുനിമിഷം മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ ഒരു സ്ഥിതിയും തന്നെ സ്ഥിരമായിട്ട് നിൽക്കുന്നില്ല. അപ്പോൾ ആ മാറ്റങ്ങളൊക്കെ തന്നെ ആ അവശ്യം ഭാവിയായിട്ടുള്ള മാറ്റങ്ങളാണ്. അതൊക്കെ കാലത്തിൻ്റെ ക്രമത്തിനനുസരിച്ച് ഉണ്ടാവുന്നതാണ്. അതിൽ ധീരൻ ദുഃഖിക്കുന്നില്ല എന്ന് പറയുന്നു. ധീരൻ മാറ്റങ്ങളെയൊക്കെ യഥാതഥമായിട്ടുള്ള ലോകത്തിൻ്റെ അറിവ്, ആ അറിവ് ഉള്ള ആളെയാണ് ധീരൻ എന്ന് പറയുന്നത്. ഗീതയിലെ പല സ്ഥലങ്ങളിലും ധീരനാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപദേശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്നലെ നമ്മൾ ഉദ്ഘാടനത്തിൽ സ്വാമിജി പറഞ്ഞു, കശ്ചിത് ധീരഃ പ്രത്യേകാത്മാനമൈച്ഛത്. അപ്പം നമ്മളൊക്കെ ധീരന്മാരാവണം. അതാണ് ഗീതയുടെ ഉപദേശത്തിൻ്റെ സാരം. ലോകത്തിൽ മാറ്റങ്ങൾ അനുദിനം സംഭവിച്ചുകൊണ്ടേയിരിക്കും.
പക്ഷേ ആ മാറ്റങ്ങളാലൊന്നും ബാധിക്കപ്പെടാത്ത സ്വരൂപത്തോടു കൂടിയവനാണ് ഞാൻ എന്നുള്ളതാണ് ഈ ഒരു സാഖ്യത്തിലൂടെ, നാസതോ വിദ്യതേ ഭാവോ എന്നുള്ള ശ്ലോകത്തിലൂടെ. സത്തിന് ഒരിക്കലും അഭാവമില്ല, അസത്തിന് ഭാവവും ഇല്ല എന്ന് പറഞ്ഞു. നമ്മൾ ലോകത്തിൽ വ്യവഹരിക്കുന്ന എല്ലാ വസ്തുക്കളും തന്നെ ഈ സദസദ് ബുദ്ധിയുടെ ചേർച്ച കൊണ്ടാണ് ഉണ്ടാകുന്നത് എന്ന് ആ ശ്ലോകത്തിൽ പറയും. അപ്പം ഈ ഒരു പുസ്തകം ഉണ്ട് എന്ന് പറയുമ്പം ആ ഉണ്ട് എന്നുള്ള ഉണ്മയും മാറ്റം വരുന്ന ആ പുസ്തകവും, അതുപോലെ നമ്മൾ ഞാനുണ്ട്, അതുണ്ട്, ഇതുണ്ട് എന്നൊക്കെ പറയുന്ന സമയത്ത് അവിടെ മാറ്റമില്ലാത്ത യദ് ബുദ്ധി വ്യഭിചരതി തത് അസത് എന്ന് പറയും. മാറിക്കൊണ്ടിരിക്കുന്ന, മാറ്റം വരുന്നത്, 3 കാലത്തിലും മാറിക്കൊണ്ടിരിക്കുന്നതിനെ അസത്ത് എന്നും മാറ്റമില്ലാത്ത ഉണ്മയുടെ സ്വരൂപത്തെ സത്ത് എന്ന് പറയും. ഇതിൻ്റെ നിർണയം തത്വദർശികളാൽ നിർണയിക്കപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ദേഹിനോസ്മി അക്ലേദ്യോയം അശൗഷ്യോയം നിത്യസർവഗതസ്ഥാണുഹു എന്നൊക്കെ, അത് അഗ്നിയാൽ കത്തിക്കപ്പെടുന്നില്ല, ജലത്താൽ നനയ്ക്കപ്പെടുന്നില്ല, വായുവിനാൽ ശോഷിക്കപ്പെടുന്നില്ല. അങ്ങനെയുള്ള സ്വരൂപമാണ് എൻ്റേത് എന്ന് ഒക്കെ. അവിനാശിതു തദ്വിദ്ധി യേന സർവമിദം തദം വിനാശമവ്യസ്യാസ്യ ന കശ്ചിത് കർത്തുമർഹതി. ആ അവിനാശിയും അജവും ആയിട്ടുള്ളതാണ് ആത്മസ്വരൂപം, സാഖ്യസ്വരൂപം എന്ന് നമുക്ക് ആ ഒരു ശബ്ദങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് പൊതുവേ നമുക്ക് അതും പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു ശബ്ദം പോലെ തോന്നുമെങ്കിലും നമ്മളതിനെ ഉൾക്കൊണ്ടേ പറ്റൂ. കാരണം നമ്മളിൽ നിന്ന് അന്യമായിട്ടുള്ള ഏതൊരു സംഗതിയെ അല്ല ഇത് പറയുന്നത്, അല്ലേ? നമ്മുടെ സ്വരൂപത്തെ തന്നെയാണ് പറയുന്നത്. നമ്മൾ ആ ഒരു അറിവ് ശരീരാഹം ബുദ്ധിയോടുകൂടി, അധ്യാസത്തോടു കൂടിയാണ് കഴിയുന്നത്. ഞാൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ശരീരത്തെയാണ് മനസ്സിലാക്കുന്നത്. ആത്മാ എന്ന് പറയുമ്പം പല പല താതാത്മ്യങ്ങളോടു കൂടിയാണ് നമ്മൾ അറിയുന്നത്. അത് സ്വാഭാവികമായിട്ടുള്ള അജ്ഞാനമാണ് എന്ന് പറയും. ഇപ്പോൾ ഉപനിഷത്തിൽ പറയും, ഈശാവാസ്യ ഉപനിഷത്തിൽ ഈശാവാസ്യമിദം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് തേന ത്യക്തേന ഭുഞ്ജീതാഹ മാഗൃധ കസ്യ സിദ്ധനം എന്ന് പറയും. ഈശാവാസ്യം, ഈ ജഗത്ത് മുഴുവൻ ഈശ്വനാൽ മൂടപ്പെടേണ്ടതാണ്. ഇത് ഈ കാണുന്നതെല്ലാം ഈശ്വരൻ തന്നെയാണ് എന്ന് മനസ്സിലാക്കപ്പെടേണ്ടതാണ് എന്ന് പറയും. അവിടെ പറയും ഈശാവാസ്യം തുടങ്ങിയിട്ടുള്ള ഈ ഒരു മന്ത്രം കർമ്മത്തിൽ വിനിയോഗം ചെയ്യപ്പെടാൻ പറ്റാത്തതാണ്. ആത്മസ്വരൂപത്തെ വിവരിക്കുന്നതാണ് എന്ന് പറയും. അവിടെ ആത്മസ്വരൂപം എന്താണ് എന്ന് പറയും. ശുദ്ധത്വ, അപാപവിദ്ധത്വ, ഏകത്വ, നിത്യത്വ, അശരീരത്വ, സർവഗതത്വാദി എന്ന് പറയും. ഒന്ന് ശുദ്ധമാണ്, പാപരഹിതമാണ്, ഏകമാണ്, ശുദ്ധത്വ, അപാപവിദ്ധത്വ, ഏകത്വ, നിത്യത്വ, അശരീരത്വ, സർവഗതത്വാദി. നിത്യമാണ്, ശരീരസഹിതമല്ല, സർവഗതമാണ്, എല്ലാത്തിലും ഉള്ളതാണ്. അതാണ് ആത്മാ എന്നവിടെ പറയുന്നത്. ആത്മാ അത് തന്നെയാണ് ഇവിടെയും
സർവോപനിഷത് സാരമാണല്ലോ ഭഗവത്ഗീത. അതുകൊണ്ട് ഈശാവാസ്യം എന്നതിലൂടെ പറയുന്നതും ഈ സാഖ്യം എന്നതിലൂടെ പറയുന്നതും ഒന്ന് തന്നെയാണ്. അപ്പോൾ ഈ ഒരു സ്വാമിജി രാവിലെ പറഞ്ഞു, ഉയർന്നൊരു ലക്ഷ്യത്തെ മുന്നിൽ വെച്ചിട്ട് ഉപദേശിക്കുന്ന രീതിയാണ് ഗീതയുടേത്. നമ്മൾക്ക് പെട്ടെന്ന് മനസ്സിലായിട്ടില്ലെങ്കിലും അതിലേക്ക് ലളിതമായിട്ട് എത്താൻ വേണ്ടിയിട്ടുള്ള പടിപടിയായിട്ട് നമ്മുടേതായിട്ടുള്ള തലത്തിലേക്ക് ഇറങ്ങി വന്ന് അതിൻ്റേതായിട്ടുള്ള നമുക്ക് ലളിതമായിട്ട് ചെയ്യാൻ പറ്റുന്ന ആചരണങ്ങളിലൂടെ അതിലേക്ക് പ്രവേശിക്കാനുള്ള മാർഗത്തെയാണ് പറയുന്നത് യോഗം എന്നതിലൂടെ. സമത്വം യോഗ ഉച്യതേ, സിദ്ധ്യസിദ്ധ്യോ സമോ ഭൂത്വ സമത്വം യോഗ ഉച്യതേ. നമുക്ക് രാവിലെ തുടങ്ങി രാത്രി ഉറങ്ങുന്നത് വരെ നമ്മുടെ ജീവിതത്തിൽ ചിന്തിച്ചാൽ നമുക്കറിയാം, നമുക്ക് സിദ്ധി ഉണ്ടാവുന്നുണ്ട്, അസിദ്ധി ഉണ്ടാവുന്നുണ്ട്, വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട്. സുഖം ഉണ്ടാവുന്നുണ്ട്, ദുഃഖം ഉണ്ടാവുന്നുണ്ട്, മാനം ഉണ്ടാവുന്നുണ്ട്, അപമാനം ഉണ്ടാവുന്നുണ്ട്. അതൊക്കെ നമ്മുടെ കർമ്മത്തിനനുസരിച്ച് വന്നു ചേരുന്നു. അവിടെ ഒരു ബാലൻസ് ഉണ്ടാക്കേണ്ടത് അതാണ് നമ്മുടെ കടമ. അപ്പം അതിന് വേണ്ടി അനേകം ആചരണങ്ങൾ, അതുപോലെ തന്നെ യോഗകർമ്മസു കൗശലം, കർമ്മം ബന്ധന സ്വഭാവത്തോടു കൂടിയതാണ്. ഓരോ കർമ്മങ്ങൾ ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ അതിൽ അഹങ്കാരമഹത്വത്തോടു കൂടി ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ അതിനനുസരിച്ച് സംസ്കാരം ഉണ്ടാകുന്നുണ്ടോ, സംസ്കാരം വാസനയായിട്ട് പരിണമിക്കുന്നു, വാസന വീണ്ടും കർമ്മങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നു. അപ്പം ആ ബന്ധന സ്വഭാവിയായിട്ടുള്ള കർമ്മങ്ങളെ തന്നെ ബന്ധനത്തിൽ നിന്ന് മുക്തമായി ചെയ്യുന്നതിനാണ് യോഗ കർമ്മസു കൗശലം, ഈശ്വരാർപ്പണ ബുദ്ധിയായിട്ട്. സകല കർമ്മങ്ങളും ഈശ്വരൻ്റെ കർമ്മങ്ങളാണ്, ഞാൻ അതിൻ്റെ ഒരു ഉപകരണം മാത്രമാണ്. അത് നമുക്ക് ചിന്തിച്ചാലും അറിയാം. നമ്മുടെ ശരീരം എന്ന് പറയുന്ന ഈ ഒരു ഘടകം പഞ്ചഭൂതങ്ങളാണ്. പഞ്ചഭൂതങ്ങളിൽ നിന്നുണ്ടായി പഞ്ചഭൂതങ്ങളിലേക്ക് ലയിക്കുന്നതാണ്. അതിൻ്റെ സ്വാമിയായിട്ട് നമ്മൾ കാണുന്ന ഞാൻ നേരത്തെ പറഞ്ഞ സർവഗതമാണ് അല്ലേ. ഞാൻ എന്ന് പറഞ്ഞാലും നിങ്ങൾ ഓരോരുത്തരും ഞാൻ എന്ന് പറഞ്ഞാലും അത് താത്വികമായിട്ട് ഒന്ന് തന്നെയാണ്. ഉപാധിയിൽ നിന്ന് മുക്തമായിട്ട്, ഉപാധിയിൽ നിന്ന് വേർതിരിച്ച് നമ്മൾ ചിന്തിക്കുമ്പം അവിടെ രണ്ടില്ല, ഏകത്വമാണ്. അതിനെ അറിഞ്ഞുകൊണ്ട് ശ്രുതി വിപ്രതിപന്നാതേ യഥാസ്ഥാസ്യതി നിശ്ചല സമാധാവചലാ ബുദ്ധി തഥാ യോഗമവാക്സ്യസി എന്ന് പറയും. ശ്രുതി പലത് നമ്മൾ കേൾക്കുന്നുണ്ട്. ഇപ്പം ആദ്യമൊക്കെ നമ്മൾ നേരിട്ട് കേൾക്കുന്ന ഇതിനൊക്കെ പരിമിതി ഉണ്ടായിരുന്നു. ഇന്നിപ്പം സോഷ്യൽ മീഡിയ ഒക്കെ വർദ്ധിച്ചുകൊണ്ട് അതിന് ശതഗുണം ഇങ്ങനെ വർദ്ധിക്കുകയാണ് അല്ലേ. അപ്പോൾ അതിലൊക്കെ നമ്മൾ ആകർഷിക്കപ്പെടുന്നു. അങ്ങനെ പലത് കേൾക്കുകയും ചെയ്യുന്നത് കൊണ്ട് ശ്രുതി വിപ്രതിപന്നാതെ പലതിലേക്ക് നമ്മുടെ മനസ്സ് പോവുകയാണ്. യഥാസ്ഥാസ്യതി നിശ്ചല, അത് എപ്പോഴാണോ നിശ്ചലമാകുന്നത്, ഒന്നിലേക്ക് സമാധാനം ചെയ്യുന്നത്, സമാധാവചലാ ബുദ്ധി, ഒന്നിലേക്ക് അചലമായിട്ട് കേന്ദ്രീകരിക്കും, അപ്പോൾ നമ്മൾ യോഗത്തെ പ്രാപിക്കുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ആ സാഖ്യത്തിലേക്ക് എത്താനുള്ള ഉപദേശം, ആ ഉപദേശത്തിൻ്റെ ഭാഗമായിട്ട് യോഗം വരുന്നു. ആ യോഗത്തിന് അനേകം തടസ്സങ്ങൾ വരുന്നു. യതതോഹ്യപി കൗന്ദേയ പുരുഷസ്യ വിപശ്ചിതഃ ഇന്ദ്രിയാണി പ്രമാധീനി ഹരന്തി പ്രസഭമ്മന എന്നൊക്കെ പറയും. മനസ്സിനെ ഏകാഗ്രമാക്കാൻ പരിശ്രമിക്കുന്നവർക്ക് തന്നെ അവരുടെ മനസ്സ്
പ്രമഥനം ചെയ്യുന്നതാണ്. പ്രസഭം വളരെ ശക്തിയോടുകൂടി അത് വിഷയങ്ങളിലേക്ക് പിടിച്ച് വലിക്കുന്നതാണ്. യതതോ ഹ്യപി കൗന്ദേയ പുരുഷസ്യ വിപശ്ചിത ഇന്ദ്രിയാണി പ്രമാധീനി ഹരന്തി പ്രസഭം മന. അങ്ങനെ അചലമായിട്ടുള്ള ബുദ്ധിയെ ഒക്കെ പറഞ്ഞു. യതിയുടെ അതുപോലെ തന്നെ ലൗകികരായിട്ടുള്ള അവരുടെയും ഗതിയെ കുറിച്ച് പറഞ്ഞു. അങ്ങനെ സാഖ്യോപദേശം ഉപസംഹരിച്ച് പിന്നീട് വീണ്ടും ഉപാസനയിലൂടെ കർമ്മയോഗത്തിലൂടെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള കർമ്മയോഗം പറഞ്ഞു. പിന്നീട് അവതാര മഹിമയൊക്കെ പറഞ്ഞ് ഭഗവാൻ സംഹരിക്കുകയാണ് ഉപദേശം. പിന്നീടും ആ അവതാര മഹിമയിലൂടെ ജ്ഞാന മഹിമയെ പറഞ്ഞു. ആ ജ്ഞാനമാണ് പവിത്രമായിട്ടുള്ളത്. അങ്ങനെ ആ ജ്ഞാനം കർമ്മത്തെയൊക്കെ ഭസ്മമാക്കുന്നു. പിന്നീട് യോഗ അനുഷ്ഠാനങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് 5-ാം അധ്യായത്തിൽ അവിടെ അർജുനൻ ചോദിക്കുന്നു, എനിക്ക് ശ്രേയസ്സിന് സന്യാസത്തെക്കുറിച്ചും യോഗത്തെക്കുറിച്ചും ഒക്കെ അങ്ങ് പറഞ്ഞു. പക്ഷേ എൻ്റെ ശ്രേയസ്സിന് ഇതാണ് കാരണം, അതിനെ നിശ്ചയിച്ച് പറഞ്ഞു തന്നാലും. അവിടെ സന്യാസവും കർമ്മയോഗവും നിശ്രേയസകരങ്ങളാണ്. അതിൽ കർമ്മസന്യാസത്തേക്കാൾ ശ്രേഷ്ഠം കർമ്മയോഗമാണ് എന്ന് പറഞ്ഞു. നിത്യസന്യാസിയുടെ കർമ്മയോഗി നിത്യസന്യാസിയും നിർദ്വന്ദ്വനും ഒന്നിനാലും കാക്ഷിക്കാത്ത നിത്യസന്യാസി കർമ്മയോഗി നിത്യസന്യാസി തന്നെയാണ്. അയാൾ നിർദ്വന്ദ്വനാണ്, ദ്വന്ദ്ങ്ങളാൽ ബാധിക്കപ്പെടുന്നില്ല എന്നൊക്കെ കർമ്മയോഗത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു. പിന്നീട് സാഖ്യവും യോഗവും വേറെ തന്നെയാണെന്ന് പല പ്രാവശ്യം പറഞ്ഞു അല്ലേ. ഗീതയുടെ ഉപോദ്ഘാത ഭാഷ്യത്തിലൊക്കെ ദ്വാവിമാവധപന്താനോ യത്ര വേദാ പ്രതിഷ്ഠിത പ്രവൃത്തിലക്ഷണോ നിവൃത്തിലക്ഷണശ്ച എന്ന് നിവൃത്തി ലക്ഷണങ്ങളെക്കുറിച്ച് പറഞ്ഞു. പ്രവൃത്തി നിരതരായിട്ടുള്ള മരീച്യാദികളെ ആ ഉപദേശം കൊടുത്തു. സനന്ദനാദികൾക്ക് നിവൃത്തി നിരതമായിട്ടുള്ള ഉപദേശം കൊടുത്തു. പിന്നെ ഈ 2-ാം അധ്യായത്തിലും പറഞ്ഞു സാഖ്യ ഏഷാദേ വിഹിതാ സാഖ്യേ ബുദ്ധിർയോഗേതി മാ ശൃണു. സാഖ്യമായിട്ടുള്ള അത് പറഞ്ഞ യോഗേത്തി മാ ശൃണു, സാഖ്യബുദ്ധിയെ പറഞ്ഞാൽ യോഗത്തിലെ എനിക്കുള്ളത് നീ കേട്ടാലും എന്ന് പറഞ്ഞു. അങ്ങനെ 3-ാം അധ്യായത്തിലും പറഞ്ഞു ലോകേസ്മിൻ ദ്വിവിധ നിഷ്ഠ പുരാ പ്രോക്ത മയാനഘ. അങ്ങനെ കർമ്മനിഷ്ഠയും ജ്ഞാനനിഷ്ഠയും രണ്ടും വേറെ തന്നെയാണ്, 2 അധികാരികൾക്കാണ് എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇവിടെ സാഖ്യയോഗവും പൃഥക് ബാലാഹ നമ്മളത് പഠിച്ചു. പ്രവദന്തിന പണ്ഡിതാഹ, 2 എന്ന് പറയുന്നത് ബാലന്മാരാണ്, അവിവേകികളാണ്. പണ്ഡിതന്മാരങ്ങനെ പറയുന്നില്ല. തുടർന്നാണ് നമുക്ക് ശ്രദ്ധിക്കാനുള്ള ശ്ലോകം. ഏകമപ്യാസിത സമ്യക് ഉഭയോർവിന്ദതേ ഫലം. ഒന്നിനെ പ്രാപിക്കുന്നയാൾ രണ്ടിൻ്റെയും ഫലം പ്രാപിക്കുന്നു എന്ന് പറഞ്ഞു. തുടർന്ന് 5-ാമത്തെ ശ്ലോകം.
യത് സാംഖ്യൈ പ്രാപ്യത്തെ സ്ഥാനം, യത് സാംഖ്യൈ പ്രാപ്യത്തെ സ്ഥാനം തദ്യോഗൈരപി ഗമ്യത്തെ. ഏകം സാംഖ്യം ച യോഗം ച യ പശ്യതി സ പശ്യതി. സന്യാസസ്തു മഹാബാഹോ ദുഃഖമാപ്തുമയോ ഗതഃ. യോഗയുക്തോ മുനിർബ്രഹ്മ ന ചിരേണാധിഗച്ഛതി. യത് സാംഖ്യൈഃ പ്രാപ്യത്തെ സ്ഥാനം തത് യോഗൈഃ അപി ഗമ്യത്തെ. യാതൊന്നാണോ സാംഖ്യന്മാരായി പ്രാപിക്കപ്പെടുന്നത് അത് യോഗികളാരും ആ സ്ഥാനം തന്നെ പ്രാപിക്കപ്പെടുന്നു. ഏകം സാംഖ്യം ച യോഗം ച. സാംഖ്യവും യോഗവും ഒന്നാണ് എന്ന് കാണുന്നവർ ആരാണോ സ പശ്യതി, യ പശ്യതി സ പശ്യതി, അങ്ങനെ കാണുന്നവരാണ് കാണുന്നവർ സമ്യക് ദർശികൾ. സാംഖ്യം നമ്മൾ ചിന്തിച്ചു, ഈ ഒരു ആത്മ സമ്യഖ്യായതേ ആത്മാ ഇതി സാംഖ്യം. ആത്മാവിനെ കുറിച്ച് പറയുന്നതിനെയാണ് സാംഖ്യം എന്ന് പറയുന്നത്. സാംഖ്യനിഷ്ഠ, ആത്മജ്ഞാന നിഷ്ഠ. 3-ാം അധ്യായത്തിൽ സാംഖ്യം എന്നുള്ളതിനെ കുറച്ചുകൂടി വിശദീകരിക്കുന്നു. ആത്മാനാത്മ വിവേക ജ്ഞാനവതാം ബ്രഹ്മചര്യാശ്രമാദേവ കൃതസന്യാസാനാം പരമഹംസ പരിവ്രാജകാനാം ബ്രഹ്മണിയേവ അവസ്ഥിതാനാം നിഷ്ഠ എന്ന് പറയുന്നു. ആത്മാനാത്മ വിവേക ജ്ഞാനവതാം വേദാന്താർത്ഥ സുനിശ്ചിതാനാം ബ്രഹ്മചര്യാശ്രമാദേവ കൃതസന്യാസാനാം പരമഹംസ പരിവ്രാജകാനാം ബ്രഹ്മണി ഏവ അവസ്ഥിതാനാം നിഷ്ഠ. ആത്മാനാത്മ വിവേക ജ്ഞാനവതാം. ആത്മാ അനാത്മ, നിത്യമേത് അനിത്യമേത് എന്നുള്ള വിവേക ജ്ഞാനം ഉള്ള ആളുകളും നിത്യത്തെ ആശ്രയിക്കുന്ന ആളുകളും ആത്മാനാത്മജ്ഞാന വിവേക വിജ്ഞാനവതാം വേദാന്ത വിജ്ഞാന സുനിശ്ചിതാർത്ഥാനാം. വേദാന്തം, ഉപനിഷത്ത് തത്വം, വേദങ്ങളുടെ അറിവിൻ്റെ അറ്റം ആണ് വേദാന്തം. അറിവിൻ്റെ അറ്റം, എല്ലാ അറിവിൻ്റെയും അടിസ്ഥാനം ഞാൻ ആണ്. ഞാനാണ് എല്ലാത്തിനെയും അറിയുന്നത്. എന്നെക്കുറിച്ച്, അതുകൊണ്ട് അറിവിന് അനേകം വിഭാഗങ്ങളുണ്ടെങ്കിലും എന്നെക്കുറിച്ചുള്ള അറിവ്, അറിയുന്നവനെ കുറിച്ചുള്ള അറിവ്, അതുകൊണ്ട് വേദാന്തം. ആ വേദാന്ത വിജ്ഞാനത്തിൽ സുനിശ്ചിതാർത്ഥന്മാരായിട്ടുള്ള അവർ സംഖ്യന്മാർ എന്ന് പറയും. ഏകമായിട്ടുള്ള ആ ഒരു അറിവ്, ഞാൻ എന്നുള്ള ആ സ്വരൂപത്തെക്കുറിച്ചിട്ടുള്ള അറിവ്. പരമഹംസ പരിവ്രാജകാനാം, പരമഹംസന്മാരായിട്ടുള്ള സന്യാസിമാർ, പരിവ്രാജകൻ, പരിത്യജ്യ സർവം വ്രജതി ഇതി പരിവ്രാട് എന്ന് പറയും. എല്ലാ പാപങ്ങളെയും കഴുകിക്കളഞ്ഞ, എല്ലാത്തിനും ഉപരി, സർവ ലോകവ്യവഹാരത്തിനും ഉപരി കഴിയുന്ന പരമഹംസന്മാരെ നിഷ്ഠ. ബ്രഹ്മണിയേവ
ബ്രഹ്മചര്യാശ്രമാദേവ കൃതസന്യാസാനം, ബ്രഹ്മചര്യാശ്രമത്തിൽ നിന്ന് തന്നെ സന്യസിച്ച ആൾ. വിഷയങ്ങളുടെ ലോകങ്ങളിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് സ്വാമിജി രാവിലെ പറഞ്ഞു, ശങ്കരാചാര്യ സ്വാമികളുടെ 8-ാം വയസ്സിൽ ഭാഷ്യം എഴുതി 8 വർഷം കൊണ്ട് പൂർത്തിയാക്കിയ, അങ്ങനെയുള്ള ബ്രഹ്മചര്യാശ്രമത്തിൽ നിന്ന് തന്നെ പോകുന്ന സമയത്ത് ആ ജ്ഞാനത്തിന് വളരെ തെളിമ ഉണ്ടാവും, മറ്റുള്ള അജ്ഞാന വ്യവഹാരങ്ങളിലേക്ക് പോകാതെ ബ്രഹ്മത്തിൽ തന്നെ അവസ്ഥിതന്മാരായിട്ടുള്ള ആളുകൾ. അവരുടെ നിഷ്ഠയായിട്ട് സാഖ്യത്തെ വിശേഷിപ്പിക്കുന്നു. ഇങ്ങനെയുള്ള സാഖ്യം. അപ്പം യത് സാഖ്യൈ പ്രാപ്യതേ സ്ഥാനം തത് യോഗൈ അഭിഗമ്യതേ. ഈ ഒരു സാഖ്യ പദവി നമുക്കറിയാം, സന്യാസനിഷ്ഠ. സന്യാസനിഷ്ഠ നേരത്തെ പറഞ്ഞു. ഈശാവാസ്യ ഉപനിഷത്ത്, ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് തേന ത്യക്തേന ഭുഞ്ജീതാഹ മാ ഗൃധ കസ്യ സിദ്ധനം. ഈശാവാസ്യം, എല്ലാം ഈശ്വരനാണ്, എല്ലാം ബ്രഹ്മമാണ് എന്നുള്ള ആ ഒരു അറിവ്, അതിൽ ആ ഒരു അറിവ് ഉണ്ടാവുന്നതോടുകൂടി ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യാം ജഗതി, ഈ ലോകത്തിൽ എന്തുണ്ടോ അതൊക്കെ ഈശ്വരനാൽ മൂടപ്പെടേണ്ടതാണ്, ഈശ്വരൻ തന്നെയാണ് എന്ന് മനസ്സിലാക്കണം എന്നർത്ഥം. ആ ഒരു അറിവ് തേന ത്യക്തേന ഭുഞ്ജീത, അതിന് ആ ഒരു അറിവിലാൻ ത്യക്തേന ത്യാഗത്താൽ പാലിച്ചാലും, ആ ഒരു അറിവ് തന്നെ ത്യാഗമാണ്. അവിടെ എല്ലാം ഈശ്വരനാണ് എന്നറിയുന്ന സമയത്ത് ഞാൻ എൻ്റെ എന്നുള്ള മമത്വങ്ങളാൽ നമ്മൾ ബാധിക്കപ്പെടുന്നില്ല. ഉപാധി പരിച്ഛിന്നത നമ്മളിലുണ്ടാവുന്നില്ല. എല്ലാം ഈശ്വരന ആണ് എന്ന അറിവ്. നമുക്കിപ്പം ആ ഒരു അറിവില്ലാത്തത് എന്തുകൊണ്ടാണ്? ആ ഒരു അറിവ് നമ്മൾ കേൾക്കുന്നു മാത്രമേ ഉള്ളൂ. നമുക്ക് ശരീര അഹം ബുദ്ധി, ശരീരത്തോടുള്ള ഞാൻ എൻ്റെ എന്നുള്ള ചിന്തയോടുകൂടി ആയിട്ടുള്ള അജ്ഞാന വ്യവഹാരങ്ങളിൽ നമ്മൾ നിരന്തരം ജനിച്ചത് മുതൽ ഞാൻ എന്നുള്ള വ്യവഹാരത്തിലൂടെ നമ്മൾ ശരീരാഹം ബുദ്ധി ഉറച്ചതാണ്. ആ ഒരു ഉറപ്പുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഈയൊരു പരിമിതനാണ് എന്നുള്ള സത്യത്വ ബുദ്ധിയാണ് നമുക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്നത്. ഈശാവാസ്യ ഉപനിഷത്തിൽ തന്നെ പറയും, ഈ ഒരു ജ്ഞാനമാണ് വാസ്തവത്തിലുള്ള ജ്ഞാനം. ഈ ജ്ഞാനത്തിലൂടെ നമ്മളൊന്നിനെയും ഉപേക്ഷിക്കുകയല്ല, സന്യസിക്കുകയല്ല. ഈ ജ്ഞാനം തന്നെയാണ് നമ്മളുടെ ശരീര ബുദ്ധിയോടുകൂടിയുള്ള കർമ്മങ്ങളുടെ ഒക്കെ ദഹിപ്പിക്കുന്നത്. ജ്ഞാനമാണ് അഗ്നി. ജ്ഞാനാഗ്നി ദഗ്ധകർമാണം എന്ന് പറയുന്നത് ഈ ഒരു ജ്ഞാനമാണ്. ഈ ഒരു ജ്ഞാനം എല്ലാം ഈശ്വരനാണ് എന്നുള്ള തലത്തിൽ ഞാൻ എൻ്റേത് എന്നുള്ള കർമ്മങ്ങൾക്ക് അവിടെ സ്ഥാനമില്ല. പരിമിതത്വ ബുദ്ധി ഉണ്ടാവുന്നില്ല. ഉപാധിഗതമായിട്ടുള്ള നമ്മളുടെ ആ ഒരു ഭാവം ശരീര അഹം ബുദ്ധി അത് നമുക്ക് വ്യവഹാരത്തിന് ആവശ്യമാണ്. വ്യവഹാരത്തിൽ അതുണ്ടാവും. പക്ഷേ ആ ഒരു അറിവാകുന്ന അഗ്നി ശരിക്ക് പ്രകാശിക്കുമ്പോൾ നമുക്ക് ത്യാഗം സ്വാഭാവികമായി തീരുന്നു. ഒന്നിനെയും നമ്മൾ ഉപേക്ഷിക്കുകയല്ല,
നമ്മളിൽ നിന്ന് സ്വാഭാവികമായിട്ട് വിട്ടുപോവുകയാണ്. സത്യം അതാണ് എന്ന് അറിയുകയും അതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് സാധിക്കുന്നതാണോ? ഇപ്പോൾ ഉപദേശം കേൾക്കുന്നതിലൂടെ നമുക്ക് അതിനെക്കുറിച്ചൊരു അറിവുണ്ടാവുന്നു. പിന്നെ നമ്മൾ വ്യവഹാരത്തിലേക്ക് പോകുമ്പോൾ ആ അറിവിന് വിരുദ്ധമായിട്ടുള്ള മേഖലയിലാണ് നമ്മൾ ബന്ധപ്പെടുന്നത്. അതുകൊണ്ട് പറയുന്നു, നേരത്തെ പറഞ്ഞ ആത്മസ്വരൂപം ശുദ്ധമാണ്, പാപരഹിതമാണ് എന്നൊക്കെയുള്ള, ഏകമാണ് എന്നുള്ള അറിവില്ലാത്ത ആ അജ്ഞാനം സ്വാഭാവികമാണ് എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടുള്ള അജ്ഞാനത്തെ നിവർത്തിക്കാൻ വേണ്ടി, സ്വാഭാവികമാണ് അജ്ഞാനം എന്നുള്ളത്. അസ്വാഭാവികമായിട്ടുള്ള അജ്ഞാനത്തെ നിവർത്തിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ശാസ്ത്രം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ആ സാഖ്യം എന്ന യത് സാഖ്യൈ പ്രാപ്യതേ സ്ഥാനം തദ് യോഗൈ അഭിഗമ്യതേ. ആ സാഖ്യത്തിലേക്ക് എത്താനുള്ള മാർഗമാണ് യോഗം, അനുഷ്ഠാന പദ്ധതി. യോഗത്തെ യുജ് മേളനെ ജീവബ്രഹ്മൈക്യം എന്നുള്ള അർത്ഥത്തിൽ ലക്ഷ്യതലത്തിൽ യോഗത്തെ പറയും. യുജ് മേളനെ ജീവബ്രഹ്മൈക്യം. മാർഗതലത്തിൽ യുജ് സമാധി നമുക്കറിയാം. യോഗ ശാസ്ത്രത്തിലൊക്കെ പ്രാണായാമ, പ്രത്യാഹാര, ധാരണാധ്യാന സമാധികളെ പറയും. അത് ക്രമികമായിട്ട് അതിലേക്ക് അനുഷ്ഠാനത്തിലൂടെ യമനിയമാസന, പ്രാണായാമ, പ്രത്യാഹാര, ധാരണ, ധ്യാന സമാധികൾ പറയും. അത് അനുഷ്ഠാന ലക്ഷണത്തോടു കൂടിയതാണ്. അത് നമ്മൾ ക്രമികമായിട്ട് ആ സമാധിയിലേക്ക് എത്തേണ്ടതാണ്. ധ്യാനം, അപ്പോൾ നമുക്ക് യോഗയ്ക്ക് ഒരു ദിവസം ഉണ്ടല്ലേ, ജൂൺ 21. അതുപോലെ ഇപ്പം പുതുതായിട്ട് വന്നിട്ടുണ്ട് ധ്യാനത്തിനൊരു ദിവസം, ഈ ഡിസംബർ 21. അപ്പം അത് ധ്യാനത്തിൻ്റെ ദിവസം ശരിക്ക് ഉത്തരായണം മുതൽ ദക്ഷിണായനം വരെയുള്ള യോഗയുടെ ദിവസം, ദക്ഷിണായനം തുടങ്ങി ഉത്തരായണം വരെ. അപ്പോൾ നമുക്ക് അനുഷ്ഠാനത്തിലേക്കൊക്കെ നമ്മളെ പ്രേരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഐക്യരാഷ്ട്ര സംഘടനയൊക്കെ അങ്ങനെയൊരു ആചരണമൊക്കെ കൊണ്ടുവന്നത് പലരും അറിഞ്ഞിട്ടുണ്ടാവും. യോഗ അനുഷ്ഠാനം ചെയ്യുന്നവരൊക്കെ അവർ ആഘോഷിച്ച് അതൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു അനുഷ്ഠാനം ആത്മജ്ഞാനത്തിലേക്കുള്ള നമ്മൾ ഏത് രീതിയിലുള്ള അനുഷ്ഠാനം, ഏത് രീതിയിലുള്ള ഉപായത്തെയും യോഗം എന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാക്കാം. യോഗ ചിത്തവൃത്തി നിരോധ എന്ന് പറയും. യോഗശാസ്ത്രത്തിൽ ചിത്തവൃത്തികളുടെ നിരോധമാണ് യോഗം. നേരത്തെ നമ്മൾ ചിന്തിച്ചു. സമത്വം, യോഗ കർമ്മസു കൗശലം, 6ാം അധ്യായത്തിൽ ദുഃഖസംയോഗ വിയോഗം യോഗം എന്ന് പറയുന്നു. യത്രോപരമതേ ചിത്തം നിരുദ്ധം യോഗസേവയാ യത്ര ചൈവാത്മനാത്മാനം പശ്യന്നാത്മനി തുഷ്യതി സുഖമാത്യന്തികം യത്തത് ബുദ്ധിഗ്രാഹ്യമതീന്ദ്രിയം വേത്തി യത്ര ന ചൈവായം സ്ഥിതശ്ചലതി തത്വതഃ യം ലബ്ധ്വാ ചാപരം ലാഭം മന്യതേനാധികം തതഃ യസ്മിൻ സ്ഥിതോ ന ദുഃഖേന ഗുരുണാപി വിചാല്യതേ തം വിദ്യാത് ദുഃഖസംയോഗവിയോഗം യോഗസംജ്ഞിതം എന്നത്. അപ്പം ആ യോഗ അനുഷ്ഠാന പദ്ധതികൾ ഗീതയിൽ ആ അനുഷ്ഠാന പദ്ധതികൾ തന്നെയാണ് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ. ഗീതയിൽ ഓരോ ശ്ലോകവും നമ്മളെ അനുഷ്ഠാന പദ്ധതിയിലേക്ക് നയിക്കുന്നതാണ്. ഇവിടെ നമുക്ക്
സ്വാഭാവികമായിട്ടും ഈ യോഗ അനുഷ്ഠാന പദ്ധതിയിലേക്ക് പോകുന്ന സമയത്ത് പല ഉദ്ദേശങ്ങൾ ഉണ്ടാവും. അവിടെ കർമ്മ യോഗത്തെ പറയുന്ന സ്ഥലത്ത് പറയും, യജ്ഞാർത്ഥാത് കർമ്മണോന്യത്ര ലോകോയം കർമ്മബന്ധനഃ. യജ്ഞാർത്ഥമായിട്ട് അല്ലാത്ത കർമ്മങ്ങളൊക്കെ കർമ്മബന്ധനത്തിന് കാരണമാകുന്നു. അപ്പം മൊത്തം പ്രപഞ്ചത്തിലെ ഓരോ ചലനവും ഒരു മഹായജ്ഞത്തിൻ്റെ ഭാഗമാണ് എന്നും ആ യജ്ഞത്തിൽ നമ്മുടേതായിട്ടുള്ള പങ്ക് വഹിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ ആ യജ്ഞത്തിൻ്റെ ഭാഗമായിട്ട് ജീവിക്കാനും നമ്മുടെ ജീവിതത്തിൽ ദേവന്മാരെ പരിപോഷിപ്പിക്കാനും ഒക്കെയുള്ള ഉപദേശങ്ങൾ 3-ാം അധ്യായത്തിൽ കാണാം. യജ്ഞോ വൈ വിഷ്ണു എന്ന് പറയും. യജ്ഞം ഈശ്വരൻ തന്നെയാണ്. നമ്മുടെ എല്ലാ മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ശരീരം കൊണ്ടും ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും യജ്ഞമാണ്. അതുപോലെ നിത്യമായിട്ടുള്ള യജ്ഞങ്ങളെ, മഹായജ്ഞങ്ങളെ പറ്റി പറയും. സ്വാധ്യായ യജ്ഞത്തെ പറ്റി പറയും. സ്വാധ്യായ പ്രവചനാഭ്യാം ന പ്രമദിതവ്യം തദ്ഹി തപഃ. അത് തന്നെയാണ് തപം, അത് തന്നെയാണ് തപസ്. സാധ്യായ പ്രവചനേ ഏവ തപഃ എന്നൊക്കെ പറയും തൈത്തരീയോപനിഷത്തിൽ. എന്തിനാണ് സ്വാധ്യായം ചെയ്യുന്നത് എന്ന് അവിടെ തന്നെ പറയും. സ്വാധ്യായ അധീനം ഹി അർത്ഥജ്ഞാനം, അർത്ഥജ്ഞാനായത്തം ഹി പരം ശ്രേയഃ. സ്വാധ്യായത്തിലൂടെയാണ് വേദാർത്ഥജ്ഞാനം ഉണ്ടാകുന്നത്. വേദം ഋഷികളുടെ അനുഭവങ്ങൾ അവർ രേഖപ്പെടുത്തിയതാണ്. അതിനെ അറിയുന്നത് സ്വാധ്യായത്തിലൂടെയാണ്, വേദാർത്ഥജ്ഞാനം. ആ അർത്ഥജ്ഞാനത്തിലൂടെയാണ് പരമമായിട്ടുള്ള ശ്രേയസ്സിലേക്ക് നമ്മൾ ഉയരുന്നത്. അപ്പോൾ സ്വാധ്യായം, യജ്ഞം നിരന്തരമായിട്ടുള്ള, ഇപ്പം നമുക്ക് ശാസ്ത്രം കേൾക്കുന്നത് തന്നെ 4 പ്രകാരത്തിൽ ആണെന്ന് പറയും പൊതുവെ. ചിലർ എന്താണോ പറയുന്നത് അതിൻ്റെ അതേ അർത്ഥത്തിൽ മനസ്സിലാക്കും. ചിലർ ഒന്നും മനസ്സിലാക്കില്ല. ചിലർ പറഞ്ഞതിന് നേരെ വിപരീതമായിട്ടുള്ള മനസ്സിലാക്കും. ചിലർ പറഞ്ഞതല്ലാത്ത അതിലപ്പുറമുള്ളത്, അതിൽ നന്യമായിട്ടുള്ള എന്തെങ്കിലും ഒന്ന് മനസ്സിലാക്കും. ലൗകികമായിട്ടുള്ള അറിവ് തന്നെ ഇങ്ങനെ 4 വിധത്തിലാണ് മനസ്സിലാക്കുന്നതെന്ന് പറയും. പിന്നെ അതിസൂക്ഷ്മമായിട്ടുള്ള ആത്മതത്വത്തിൻ്റെ കാര്യം പറയാനുണ്ടോ എന്ന് പറയും. പക്ഷേ അതിസൂക്ഷ്മം എന്നൊക്കെ പറഞ്ഞാലും അത് സുലളിതം ആണെന്നും പറയും. ഗീതയിൽ തന്നെ പറയും, സുസുഖം കർത്തും അവ്യയം, അല്ലേ? ഏറ്റവും സുഖമായി രാജവിദ്യ രാജഗുഹ്യം പവിത്രമിതമുത്തമം പ്രത്യക്ഷാവഗമം ധർമ്മ്യം സുസുഖം കർത്തും അവ്യയം. രാജവിദ്യ രാജഗുഹ്യം, രഹസ്യങ്ങളിൽ വെച്ച് രഹസ്യമാണ്. രാജവിദ്യയാണ് ബ്രഹ്മവിദ്യ. ബ്രഹ്മവിദ്യ സർവവിദ്യാ പ്രതിഷ്ഠാം എന്ന് എല്ലാ വിദ്യകളുടെയും അടിസ്ഥാനമാണ് ബ്രഹ്മവിദ്യ എന്ന് മുണ്ടകോപനിഷത്തിൽ പറയും. അത് നമ്മളെക്കുറിച്ചുള്ള വിദ്യയാണ് എന്നുള്ളത് കൊണ്ട് ആ ഒരു ആനന്ദത്തെക്കുറിച്ചുള്ള, നമ്മുടെ സ്വരൂപത്തെക്കുറിച്ചുള്ള ആനന്ദത്തെക്കുറിച്ചുള്ള, നേരത്തെ പറഞ്ഞു അമൃതത്വായ കൽപ്പതേ. അമൃതത്വത്തിന് വേണ്ടി കൽപ്പിക്കപ്പെട്ടവരായി തീരുന്നു. അമൃതത്വമാണ് തൻ്റെ സ്വരൂപം. നേരത്തെ യോഗത്തിൻ്റെ
നിർവചനം പറഞ്ഞപ്പോഴും പറഞ്ഞു, യസ്മിൻ സ്ഥിതവോ ന ദുഃഖേന ഗുരുണാപി വിചാല്യതേ. യാതൊരു യോഗസ്ഥിതിയിലിരിക്കുന്ന സമയത്ത് വളരെ വലിയ ദുഃഖത്താൽ പോലും നമ്മൾക്ക് ന വിചാല്യതേ, ചലിപ്പിക്കപ്പെടുന്നില്ല. കാരണം ഈ യോഗത്തിൻ്റെ പ്രയോജനം കർമ്മയോഗം ത്തിൻ്റെ പ്രയോജനം നേരത്തെ നമ്മൾ കണ്ടു. ഈശ്വരാർപ്പണമായിട്ട് ഫല ചിന്തയില്ലാതെ കർമ്മം ചെയ്യുക എന്നുള്ളതാണ്. ആ കർമ്മത്തിൻ്റെ ഫലം, സ്വാഭാവികമായിട്ടുള്ള കർമ്മത്തിൻ്റെ ഫലം, ശാസ്ത്രീയമായിട്ടുള്ള കർമ്മത്തിൻ്റെ ഫലം, കാമപൂർവമായിട്ടുള്ള കർമ്മത്തിൻ്റെ ഫലം, അതത് കാമപ്രാപ്തിയാണ്. ശാസ്ത്രീയവും നിഷ്കാമവുമായിട്ടുള്ള കർമ്മത്തിൻ്റെ ഫലം ചിത്തശുദ്ധിയാണ്. ചിത്തസ്യ ശുദ്ധയേ കർമ്മ എന്നതു വസ്തുപലബ്ധയേ എന്ന് പറയും. വസ്തുസിദ്ധിർ വിചാരേണ. വസ്തുസിദ്ധി വസ്തുസിദ്ധമാണ്. അത് വിചാരത്തിലൂടെ, കർമ്മത്തിലൂടെ ചിത്തശുദ്ധി നേടുന്നതിനനുസരിച്ച് സ്വാഭാവികമായിട്ടുള്ള അറിവ്, ജ്ഞാനം സ്വതസിദ്ധമാണ് എന്ന് പറയും. അത് വിചാരത്തിലൂടെ നേടിയെടുക്കേണ്ടതാണ്. വിചാരം ശുദ്ധമാവുന്ന, അന്ധകരണം ശുദ്ധമാവുന്നതിനനുസരിച്ച് സ്വാഭാവികമായിട്ട് ലഭിക്കുന്നതാണ്. അതുകൊണ്ടാണ് യത് സാഖ്യേ പ്രാപ്യതേ സ്ഥാനം തത് യോഗൈഹി അഭിഗമ്യതേ. യോഗം അനുഷ്ഠാന ലക്ഷണമാണ്. ആ അനുഷ്ഠാനത്തിലൂടെ ഇപ്പം ഇവിടുന്ന് കോഴിക്കോടേക്ക് പോകുന്ന ആളെ സംബന്ധിച്ച്, കോഴിക്കോട് നിൽക്കുന്ന ആൾ സംഖ്യനാണെങ്കിൽ, അപ്പോൾ ഇവിടുന്ന് സഞ്ചരിച്ച് അങ്ങോട്ട് പോകുന്ന ആൾ, അയാളെയും ലക്ഷ്യം കോഴിക്കോട് തന്നെയാണ്. അതുകൊണ്ട് അയാളും ലക്ഷ്യത്വേന കോഴിക്കോടേക്ക് പോകുന്നയാൾ, പ്രാപ്തിയിലേക്ക് എത്തുന്നയാൾ എന്നുള്ള തലത്തിൽ സാഖ്യനെയും യോഗിയെയും സാഖ്യൻ എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ അർജുനനെ ഈ ഒരു തത്വത്തിലേക്ക് പ്രേരിപ്പിക്കാനും ഈ ഒരു യോഗം എന്നുള്ള പദത്തിലൂടെ സാഖ്യത്തെയും യോഗത്തെയും ഒക്കെ ഏകമായിട്ട് പറഞ്ഞു. യ പശ്യതി സ പശ്യതി എന്നാണ് പറയുന്നത്. യത് സാഖ്യേ പ്രാപ്യതേ സ്ഥാനം തദ് യോഗൈഹി അഭിഗമ്യതേ. സാഖ്യൻ സ്വാഭാവികമായിട്ട് ഏതോ ഒരു പദത്തിലാണോ അത് യോഗിയും പരിശ്രമത്തിലൂടെ എത്താൻ കഴിയുന്നതാണ്. യോഗിയും ൻ്റെയും ലക്ഷ്യം അതാണ്. നമ്മളെ ഓരോ കർമ്മത്തിലൂടെയും നമ്മൾ നിരന്തരം അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് അതാണ്. സുഖാർത്ഥ സർവജീവാനാം മതാ സർവ പ്രവർത്തയ എന്ന് പറയും. സുഖത്തിന് വേണ്ടിയാണ് നമ്മളൊക്കെ നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. സുഖായ കർമാണി കരോതി ലോകഃ എന്ന് ഭാഗവതത്തിൽ പറയും. ആ സുഖം നമ്മളെ സ്വരൂപം നേടാനുള്ള, സ്വരൂപത്തെ അറിയാൻ വേണ്ടിയിട്ടുള്ള വിദ്യയാണ്. അപ്പം ഈ ഒരു അറിവ് പല രീതിയിലും നമ്മളിലേക്ക് കടന്നു വരും. അതിന് ഇപ്പം നമുക്കൊക്കെ പൊതുവേ ഉണ്ടാവുന്നൊരു ഭയമാണ്, ഞാൻ ശരീരം ആണ് എന്നുള്ളത് തലത്തിൽ മരണഭയം. മരണത്തെക്കുറിച്ച് നമ്മളൊക്കെ സ്വാമിജി പറഞ്ഞു രാവിലെ, പ്രപഞ്ചം നമ്മുടെ മുമ്പിലൊരു ചോദ്യചിഹ്നമാണ്. എന്താണ് ഈ ലോകം? എന്താണ് ഇതിൻ്റെ പ്രയോജനം? ജീവൻ, ഞാൻ ആരാണ്? ഇതിൻ്റെയൊക്കെ നിയാമകൻ ആരാണ് എന്നുള്ളതൊക്കെ ചിന്ത നമ്മളിലേക്കൊക്കെ നിരന്തരം വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷേ അത് പല പല ചിന്തകൾ ഇടയിൽപ്പെട്ട് അതങ്ങ് മാറിപ്പോവും. അതിന് സ്ഥായി ഭാവം ലഭിക്കുന്നില്ല.
കഠോപനിഷത്തിൽ നചികേതസ് ചോദിക്കുന്ന ചോദ്യം ഇത് തന്നെയാണ്. അപ്പം നമുക്ക് ചിന്ത ഉണ്ടാവും, ഇപ്പം നമ്മൾ ഇങ്ങനെ ജനിച്ചു, മരിച്ചവരെ പിന്നെ നമ്മൾ കാണുന്നില്ല, സ്വർഗം ഉണ്ട് നരകമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്, സ്വർഗത്തിൽ പോയി വന്നവരെയും നരകത്തിൽ പോയി വന്നവരെയും നമ്മൾ കാണുന്നില്ല. ഇതൊക്കെ വെറുതെ പറയുന്നതാണോ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് ഒരു അർത്ഥം ഉണ്ടോ, മരിച്ചു കഴിഞ്ഞാൽ എങ്ങോട്ടാണ് പോകുന്നത് നമ്മളൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും അല്ലേ? അതാണ് ആ ചോദ്യമാണ് നചികേത ചോദിക്കുന്നത്. ഏയം പ്രേതേ വിചികിത്സ മനുഷ്യേ അസ്ഥിത്യേകേ ന്യായമസ്തി ഇതി ചെയ്യേ ഏതദ് വിദ്യാമനുശിഷ്ടസ്തുയാഹം. 3 വരങ്ങളിൽ അവസാനത്തെ വരം. അപ്പോൾ ഈ ഒരു വരം ചോദിച്ച സമയത്ത് യമൻ കുറേ പരീക്ഷിക്കും നചികേതസിനെ, വേറെ കുറേ സൗഭാഗ്യങ്ങളൊക്കെ കൊടുത്ത് പ്രലോഭിപ്പിക്കും. അതിലൊന്നും പ്രലോഭിപ്പിക്കപ്പെടാതെ ഇരുന്ന നചികേതസിനും അവസാനം യമൻ ഉപദേശിക്കുന്നു. തം ദുർദർശം ഗൂഢമനുപ്രവിഷ്ടം ഗുഹാഹിതം ഗഹ്വരേഷ്ടം പുരാണം അധ്യാത്മയോഗാധിഗമേന ദേവം മത്വാ ഹർഷശോകൗ ജഹാതി എന്ന്. തം ദുർദർശം ഗൂഢമനുപ്രവിഷ്ടം ഗുഹാഹിതം ഗഹ്വരേഷ്ടം പുരാണം. ദുർദർശമാണ് ആത്മസ്വരൂപം, ദുർദർശമാണ്, കാണാൻ പറ്റാത്തതെന്നല്ല പറയുന്നത്, ദുഃഖം പ്രയാസപ്പെട്ടാലും കാണാൻ സാധിക്കുന്നത് എന്നാണ് പറയുന്നത്. ഗൂഢം അനുപ്രവിഷ്ടം, ഗൂഢമാണ്, ഗുഹയ്ക്കുള്ളിലാണ്, അനുപ്രവേശിച്ച് എല്ലാത്തിൻ്റെയും പ്രത്യേകാത്മാ എന്നുള്ള തലത്തിൽ ഗുഹാഹിതം, ഗുഹയ്ക്കുള്ളിലാണ്. ഞാൻ എന്നുള്ളത് ദേഹത്തിനും മനസ്സിനും ബുദ്ധിക്കൊക്കെ അതീതമാണ്. പുരാണം, ഈ ഒരു ദേവനെ ദർശിച്ചാൽ ഗുഹാഹിതം ഗഹ്വരേഷ്ടം പുരാണം. ഈ ദേവനെ എങ്ങനെയാണ് ദർശിക്കുക എന്ന് പറയുന്നു. അധ്യാത്മയോഗാധിഗമേന ദൈവം മത്വ ഹർഷശോകവും ജഹാതി. സംസാരത്തെ അതിക്രമിക്കുന്നു. ദൈവം അധ്യാത്മയോഗം എന്നുള്ളതിന് അവിടെ പറയുന്ന അർത്ഥം ബാഹ്യങ്ങളായിട്ടുള്ള ചിത്തവൃത്തികളൊക്കെ തന്നിലേക്ക് തന്നെ ഏകീകരിക്കുന്നതിനാണ്. അധ്യാത്മയോഗാധിഗമേന ദൈവം മത്വ ഹർഷശോകവും ജഹാതി. അപ്പോൾ അവിടെ മരണഭയം ഉണ്ടാവുന്നില്ല. തന്നിൽ തന്നെ അറിയുന്ന സമയത്ത് ആ താൻ തന്നെയാണ് എല്ലാമായിട്ട് തീർന്നത്. ഭൂമാ വൈ സുഖം നാൽപേ സുഖമസ്തി. ഭൂമ എല്ലാമായിത്തീരുന്നതിലാണ് സുഖം. നാൽപേ സുഖമസ്തി. അവിടെ ദ്വിതീയാദ്വൈ ഭയം ഭവതി എന്നും രണ്ടാമതൊന്ന് എന്ന് വേറെയുള്ളതിൽ ആണ് ഭയം ഉണ്ടാകുന്നത്. ഗീതയിൽ തന്നെ ജ്ഞാനത്തെ പറയും. സാത്വികമായിട്ടുള്ള ജ്ഞാനത്തെ സർവഭൂതേഷു ചാത്മാനം സർവഭൂതാനി ചാത്മനി ഈക്ഷതേ യോഗയുക്താത്മാ സർവത്ര സമദർശന. ജ്ഞാനത്തിൻ്റെ ശ്ലോകം അതല്ല, അത് മറന്നുപോയി. അപ്പം സർവഭൂതങ്ങളിലും തന്നെയും കാണുന്ന ആ ഒരു അറിവ്, അവിടെ പിന്നെ രണ്ടാമതൊന്നില്ല എന്ന് അറിയുന്ന സമയത്ത്, എല്ലാം ഞാനാണ് എന്ന് അറിയുന്ന സമയത്ത്, പിന്നെ അവിടെ മരണം ശരീരത്തിനാണല്ലോ. ശരീരത്തിൻ്റെ മരണം അവിടെ പ്രസക്തമാവുന്നില്ല. ഞാൻ ഈ ഒരു പരിമിതമാണ് എന്ന് ചിന്തിക്കുന്ന സമയത്ത്, ആ അധ്യാത്മയോഗത്തിലേക്ക് വരുന്ന സമയത്ത് ഞാൻ തന്നെയാണ് ഏകം എന്നുള്ള
സ്വതസിദ്ധമായിട്ടുള്ള സത്യം നമുക്ക് അറിവായിത്തീരുന്നു, അനുഭവമായിത്തീരുന്നു. അവിടെയാണ് ഹർഷശോകങ്ങളൊക്കെ ഇല്ലാതാവുന്നത്. അത് ഉണ്ടാവുന്നത് യോഗത്തിലൂടെയാണ്. രണ്ടാമത്തെ ശ്ലോകം. സന്യാസസ്തു മഹാബാഹോ സന്യാസസ്തു മഹാബാഹോ ദുഃഖമാപ്തുമയോഗതഃ യോഗയുക്തോ മുനിർബ്രഹ്മ ന ചിരേണാധിഗച്ഛതി. സന്യാസം അല്ലയോ മഹാബാഹോ, സന്യാസത്തു മഹാബാഹോ ദുഃഖമാപ്തും അയോഗതഃ. യോഗമില്ലാത്ത സന്യാസം ദുഃഖത്തിന് കാരണമായിത്തീരുന്നു. യോഗയുക്തനാവട്ടെ ന ചിരേണ ബ്രഹ്മ അധിഗച്ഛതി, ബ്രഹ്മത്തെ പ്രാപിക്കുന്നു. സന്യാസം കർമ്മങ്ങളുടെ സന്യാസം, ഏഷണാത്രയങ്ങളുടെ സന്യാസം, പുത്രവിത്ത ലോകേഷണങ്ങളുടെ ഒക്കെ ന്യാസം, വിദ്വത് സന്യാസവും വിവിധിഷാ സന്യാസവും ഒക്കെ ഉണ്ട് എന്ന് നേരത്തെ നമ്മൾ സ്വാമിനിയമ്മയുടെ ക്ലാസ്സിൽ കേട്ടു. ഈ ഒരു സന്യാസനിഷ്ഠയിലേക്ക് ഉയരുന്നത് യോഗത്തിലൂടെയാണ്. യോഗ ഇല്ലാതെ സന്യാസം ഉണ്ടാവുമോ? സന്യാസനിഷ്ഠ ഉണ്ടാവുമോ? ഇല്ല. യോഗ ഇല്ലാത്ത സന്യാസം, ഇത് സന്യാസം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് സന്യാസവേഷത്തെയോ സന്യാസ പരമ്പരയൊക്കെ അങ്ങനെയുള്ള സമ്പ്രദായത്തെ അല്ലെങ്കിൽ അങ്ങനെയുള്ളതിലൂടെയൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നേരത്തെ നമ്മൾ ശ്രദ്ധിച്ചു, ജ്ഞാനം സന്യാസ ലക്ഷണം, ജ്ഞാനമാണ് സന്യാസ ലക്ഷണം. ഈ ഒരു എല്ലാം ഞാൻ തന്നെയാണ് എന്നുള്ള അറിവ്, യസ്മിൻ സർവാണി ഭൂതാനി ആത്മൈവാഭൂത് വിജാനതഃ തത്രകോ മോഹകശോക ഏകത്വമനുപശ്യതഃ എന്ന് പറയും ഈശാവാസ്യോപനിഷത്തിൽ. എല്ലാ ഭൂതങ്ങളിലും എന്നിൽ സർവഭൂതങ്ങളെയും കാണുന്ന ആ ഒരു ഏകത്വ ദർശനം, അതുതന്നെയാണ് സത്യം. ആ ഒരു അറിവാണ് സന്യാസം. ആ സന്യാസത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള യോഗാനുഷ്ഠാനങ്ങളിലൊന്നും ഏർപ്പെടാതെ അങ്ങനെ കഴിയുന്ന, വെറുതെ ബാഹ്യമായിട്ടുള്ള വേഷം മാത്രമാകുന്ന സമയത്ത് അത് ദുഃഖത്തിന് കാരണമായി തീരും. സന്യാസസ്തു മഹാബാഹോ ദുഃഖമാപ്തും അയോഗത. യോഗയുക്തനായിട്ടുള്ള ആൾ മുനിയെ പറ്റി പറയുന്നു, സദാ ബ്രഹ്മചിന്തനം ചെയ്യുന്ന ആൾ ആണ് മുനി. അല്ലാതെ സംസാരിക്കാത്ത ആളല്ല, മൗനവ്രതം ആചരിക്കുന്ന ആളുകളല്ല. അങ്ങനെയുള്ള ചില ആളുകളൊക്കെ ഉണ്ട്. സാധനയുടെ പേരിലൊക്കെ പല പല തെറ്റിദ്ധാരണകളുണ്ടായിട്ട് അങ്ങനെ എത്രയോ ആളുകളെ അങ്ങനെ കണ്ടിട്ടുണ്ട്. ചിലർ ഒരു സ്ഥലത്ത് ഒരു ആശ്രമത്തിൽ പോയ സമയത്ത് അവിടുത്തെ സ്വാമിജി തീരെ സംസാരിക്കില്ല. അദ്ദേഹം എല്ലാവരും സ്ലേറ്റിൽ എഴുതിയിട്ട് ഇങ്ങനെ കാണിക്കാം. അങ്ങനെ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഈ യാത്രയിലും അതുപോലത്തെ ഒരു സ്ഥലത്ത് പോയ സമയത്തൊരു സ്വാമിജി, അദ്ദേഹം രാം 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 എന്ന് മാത്രം സംസാരിക്കും, വേറെ ഒന്നും സംസാരിക്കില്ല. അങ്ങനെയൊക്കെ വ്രതത്തിൽ കഴിയുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ പല മഹിമയും ഉണ്ടാവാം ആ ഒരു. പക്ഷേ ഇവിടെ മനനാത് മുനിരുച്യതേ എന്ന് പറയും. മനനത്തിലൂടെ ആത്മചിന്തനം മാത്രമാണ്. മറ്റുള്ള ചിന്തനിൽ നിന്നൊക്കെ പിന്തിരിച്ച് ഞാൻ ആരാണ്, എൻ്റെ ദൗത്യം എന്താണ്, എന്തിനാണ്, ഏതൊരു വിശേഷ ബുദ്ധിയോടുകൂടിയാണ് ഞാനിവിടെ വന്നത്,
അതിലൂടെ വിശേഷമായിട്ട് എനിക്ക് സിദ്ധിക്കാനുള്ള ലക്ഷ്യം എന്താണ്? ബാക്കിയുള്ളതൊക്കെ നമുക്ക് എപ്പോഴും വേണമെങ്കിലും നേടാൻ പറ്റുന്നതാണ്. സമാനമായിട്ടുള്ള നമ്മളെ ഇത്രയൊന്നും കഴിവില്ലാത്ത ആളുകളൊക്കെ നേടുന്നത് ആണ്. അപ്പം ഇതിൻ്റെ ഈ ഒരു യോഗത്തിലൂടെ നമ്മൾക്ക് സ്വരൂപപ്രാപ്തിയുടെ ഫലം ഒരു ചെലവും ഇല്ലാതെ നമുക്ക് നേടാൻ കഴിയുന്നതാണ്. അതിൻ്റെ അനുഷ്ഠാനങ്ങൾക്ക് നമുക്ക് ചിലവില്ല. അപ്പോൾ നമുക്ക് ഭഗവാൻ ഗീതയിൽ തന്നെ പറയുന്ന ഏറ്റവും ലളിതമായിട്ടുള്ള ആചരണം യജ്ഞാനാം ജപയജ്ഞോസ്മി. ഈശ്വര നാമം ജപിക്കണമെങ്കിൽ, ഈശ്വര സ്മരണ ഉണ്ടാവണമെങ്കിൽ നമുക്ക് ആ ഒരു പുണ്യം വേണം, അത് ചെയ്യാൻ തോന്നണം. അപ്പം ഭഗവത്ഗീത നമുക്ക് എത്രയോ ഗ്രന്ഥങ്ങൾ കിട്ടാനുണ്ട്, ക്ലാസ്സുകൾ കേൾക്കാനുണ്ട്. പക്ഷേ അത് കേൾക്കണം എന്നങ്ങ് തോന്നണമെങ്കിൽ അതിന് കുറേ അതിൻ്റെ അനുഗുണമായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. കുറേ നമുക്ക് വളരെ സുഖം ആണ് എന്ന് പറയുന്നുണ്ടെങ്കിലും ഇപ്പം ഈ ഒരു ക്യാമ്പിൽ നമ്മൾ വന്നു. ഈ ക്യാമ്പിൽ തന്നെ എല്ലാ പരിപാടിയിലും പൂർണ്ണമായി ശ്രദ്ധയോടുകൂടി പങ്കെടുക്കണമെങ്കിൽ നമ്മൾ എത്രമാത്രം ത്യാഗം സഹിക്കണം. നമ്മുടെ മനസ്സ് പല 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 വിഷയങ്ങളിലേക്ക് പോകും. അതൊക്കെ ഒന്ന് ഒതുങ്ങി പെട്ടെന്ന് ഒതുങ്ങുമോ? അത് മെല്ലെ മെല്ലെ സാധിക്കുകയുള്ളൂ. അതിന് നമ്മൾ നിരന്തരമായിട്ടുള്ള അനുഷ്ഠാനത്തിന് പ്രാധാന്യം കൊടുക്കണം. യോഗോഹി പ്രഭവാപ്യയോ എന്ന് പറയും കഠോപനിഷത്തിൽ. യോഗം ഉദ്ഭവനാശങ്ങളോട് കൂടിയതാണ്. യോഗം ഇന്നിപ്പം നമ്മൾ നന്നായിട്ട് ക്ലാസ്സിലൊക്കെ കേട്ട് അടുത്ത നിമിഷം അത് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പരീക്ഷണങ്ങൾ നമ്മളെ മനസ്സ് തന്നെയാണ് നമ്മളെ വിഷയങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതും മനസ്സ് തന്നെയാണ് അതിൽ നിന്ന് മുക്തമാക്കി കൊണ്ടുവരുന്നത്. മനോഹി ദ്വിവിധം പ്രോക്തം ശുദ്ധം ചാശുദ്ധമേവ ച. അശുദ്ധം കാമസംയുക്തം ശുദ്ധം കാമവിവർജിതം. കാമസംയുക്തമായിട്ടുള്ള മനസ്സ് പ്രശ്നമാണ്. അത് മനസ്സ് നമ്മളെ തന്നെ നമ്മൾ നല്ല രീതിയിലൊക്കെ ചിന്തിച്ച് നമുക്ക് അനുഗുണമാണ് എന്നുള്ള രീതിയിലൊക്കെ തന്നെയാണ് മനസ്സ് നമ്മളെ കൊണ്ടുപോവുക. അതിൽ മനസ്സിൽ പെട്ടുപോകുന്നതും ആ മനസ്സ് തന്നെയാണ്. മനസ്സിൻ്റെ രണ്ട് വൃത്തികളെയും വേർതിരിച്ചറിയുക എന്നുള്ളത്, അതിന് വിവേകം, ആ വിവേകം നമുക്ക് പുണ്യം കൊണ്ട് ഉണ്ടാവേണ്ടതാണ്. അത് ഈ ഒരു അനുഷ്ഠാനത്തിലൂടെ, തപസ്സിലൂടെ, ആ ഒരു ശാസ്ത്ര നിഷ്ഠയിലൂടെ നമ്മൾ ചരിക്കുമ്പം അത് സ്വാഭാവികമായിട്ട് വന്നു ചേരും. അതിനുവേണ്ടി തയ്യാറാവുക എന്നുള്ളതാണ് തപസ്. അപ്രമത്തസ്തദാഭവതി യോഗോഹി പ്രഭവാപ്യയോ എന്ന് പറയും. അപ്രമത്തനായി, പ്രമാദരഹിതനായിട്ട് തീരണം. യഥാ പഞ്ചാവതിഷ്ഠന്തേ ജ്ഞാനാനി മനസാ സഹ. താം യോഗമിതി മന്യന്തേ സ്ഥിരാമിന്ദ്രിയധാരണാം അപ്രമത്തസ്തദാ ഭവതി യോഗോഹി പ്രഭവാപ്യയോ. അപ്പം അനുഷ്ഠാനത്തിലുള്ള ആ ഒരു നിഷ്ഠയാണ് യോഗം. യോഗ സർവ ഉപായമാണ്. സർവ ശാസ്ത്രങ്ങളും എല്ലാ അനുഷ്ഠാന പദ്ധതികളും ആ ഒരു ലക്ഷ്യത്തിലേക്കുള്ള ഉപായമാണ്. യോഗയുക്തോ മുനിർബ്രഹ്മ ന ചിരേണാധിഗച്ഛതി. യോഗയുക്തനായിട്ടുള്ള മുനി, മനനം ചെയ്യുന്ന ആൾ. ഈ മനനം, ശ്രവണ മനനങ്ങൾ ഒക്കെ തന്നെ 4-ാം അധ്യായത്തിൽ ജ്ഞാനസാധനകളെ ഒക്കെ പറയുന്നു. ഗുരുകുലത്തിൽ താമസിച്ച് ജ്ഞാനം നേടേണ്ടതിനെ കുറിച്ച് തദ്വിധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ ഉപദേക്ഷ്യന്തിതേ ജ്ഞാനം ജ്ഞാനിനസ്തത്വദർശിന. ആ ഒരു പരമമായിട്ടുള്ള തത്വത്തെ നീ അറിയൂ. തദ്വിധി പ്രണിപാതേന,
പരിപ്രശ്നേന സേവയ പ്രണിപാതം, നമസ്കാരത്തിലൂടെ പ്രായമായവരെ ആദരിക്കേണ്ടവരെ ഗുരുക്കന്മാരെയൊക്കെ നമ്മൾ നമസ്കരിക്കും. നമസ്കാരം ഒരു ചടങ്ങാണോ? ചടങ്ങാണ്, ആചരണത്തിന് പ്രാധാന്യമുണ്ട്. പക്ഷേ അത് നമ്മുടെ മനസ്സിൻ്റെ ഒരു ഭാവമാണ്, നിരന്തരം ഉണ്ടാവേണ്ട ഒരു ഭാവമാണ്, സ്വാഭാവികമായിട്ടുണ്ടാവേണ്ട ഒരു ഭാവം. ഗുരുക്കന്മാരെ അവിടെയുള്ള ആ ഒരു ആദരഭാവം അത് നിരന്തരം ഉണ്ടാവേണ്ട ഭാവമാണ്. തദ്വിധി പ്രണിപാതേന പരിപ്രശ്നേന, സംശയങ്ങളുണ്ടാവുന്ന സമയത്ത് ചോദിക്കണം. ചോദിക്കുന്നതിലൂടെ നമ്മുടെ പാത്രത്വം അറിയിക്കുന്നതിലൂടെ അല്ലെങ്കിൽ അവസരങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അവസരങ്ങൾ, അതിന് തപസ് ആവശ്യമാണ്. ഉത്തരവാദിത്തങ്ങൾ സ്വയം ഏറ്റെടുക്കാൻ തയ്യാറാവണം. അവിടെ നമ്മൾ ശത്രുവായി തീരുക മനസ്സിനെയാണ്. മനസ്സെപ്പോഴും നമ്മൾക്ക് എളുപ്പമുള്ള വഴിയിലേക്ക് പോകാനാണ് പ്രേരിപ്പിക്കുക. അപ്പം ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് വരാനുള്ള നമ്മുടെ പൊതുവേ നമുക്കുണ്ടാവാനുള്ളൊരു പ്രശ്നമാണ് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനുള്ള പ്രയാസം. അത് നമ്മുടെ ജീവിതത്തിൽ ആ ഒരു സംസ്കാരത്തിൻ്റെയൊക്കെ കുറവ് കൊണ്ടോ പല കാരണങ്ങളായിരിക്കും. പക്ഷേ അതിൻ്റെ തിരുത്തേണ്ടത് നമ്മൾ തന്നെയാണ്. സേവയാ, സേവ സമർപ്പണം, ഒരു സേവാഭാവം, അതൊക്കെയാണ് നമ്മളെ ഉയർത്തുന്നത്. സേവയും ഭക്തിയും ഇതൊക്കെ ചിന്തിക്കുമ്പം രണ്ടല്ല എന്ന് മനസ്സിലാവും നമുക്ക്. സമർപ്പണഭാവം ആവശ്യം ഉള്ള സമയത്ത്, ഛാന്തോഗ്യോപനിഷത്തിൽ പറയും, ഈ ഗുരുകുലത്തിലൊക്കെ താമസിക്കുന്ന സമയത്ത് ഗുരുവിൻ്റെ കാര്യം എന്താണോ അത് ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന സമയത്ത് ആണ് അധ്യയനം ചെയ്യേണ്ടത് എന്ന് പറയും. അതായത് നമ്മുടെ കർമ്മങ്ങൾ ചെയ്യാതെ പോയി നമ്മൾ പഠിക്കാൻ ശ്രമിച്ചാൽ അത് ചിലപ്പോൾ നമുക്ക് സംഘർഷം ഉണ്ടാവും. കർമ്മങ്ങൾ എന്താണോ നമ്മൾ ചെയ്യേണ്ടത് അത് കൃത്യമായിട്ട് ചെയ്യുന്നതിലൂടെ ആണ്. സ്വാമിജി പറഞ്ഞു, ഇത് വെറുതെ ഒരു പഠനം മാത്രമാണെങ്കിൽ നമുക്ക് പല സ്ഥലത്തുനിന്നും പഠിക്കാം. നമ്മുടെ ജീവിതം തന്നെയാണ്, നമുക്ക് സമൂഹത്തോടും ഒക്കെയുള്ള ഉത്തരവാദിത്വം നിർവഹിക്കാനുള്ളൊരു, അല്ലെങ്കിൽ അതിനെ അറിഞ്ഞ് പരസ്പരം ഭാവയന്ത എന്ന് പറയും. അങ്ങനെ ഉയരുന്നതിലൂടെയാണ് പരിപ്രശ്നേന സേവയ ഉപദേക്ഷ്യന്തി ജ്ഞാനം. അങ്ങനെയാണ് നമ്മുടെ പ്രാർത്ഥത്വത്തെ, പാത്രം അതുണ്ടാകുന്ന സമയത്ത് ഉപദേശം സ്വാഭാവികമായിട്ട് നമുക്ക് വരും. അങ്ങനെ ആ ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം തത്പര സംയതേന്ദ്രിയ. അതിന് ഈ ഒരു സാധന വേണം, ശ്രദ്ധ വേണം, വിശ്വാസം വേണം, തത്പരത വേണം. അതാണ് എൻ്റെ ലക്ഷ്യം എന്നുള്ള അതിൽ പരത്വം വേണം, സംയതേന്ദ്രിയത വേണം. ഈ ഒരു തപസ് ചെയ്യുന്നതിലൂടെയാണ് നമ്മുടെ ഇന്ദ്രിയം സംയമമായിട്ട് തീരുന്നത്. ആറാധ്യായത്തിലൊക്കെ നമ്മുടെ ആചരണങ്ങളത്തെ നാത്യസ്നതസ്തു യോഗോസ്തി നചൈകാന്തമനസ്നത, ഭക്ഷണത്തിൻ്റെ അതിനെയൊക്കെ വളരെ ക്രമികമായിട്ട് പറയുന്നു. അങ്ങനെ ഓരോ ഓരോ യോഗ അനുഷ്ഠാനത്തിലേക്കും നമ്മളെ പ്രേരിപ്പിക്കുന്ന, നമുക്ക് ജാഗ്രത നൽകുന്ന
അനേകം ഉപദേശങ്ങളിലൂടെയാണ് ഈ ഒരു ഭഗവത്ഗീത, ഭഗവാന്റെ ഉപദേശം നമുക്ക് ലഭിക്കുന്നത്. ഭഗവാൻ ഇവിടെ പല പല തലങ്ങളിൽ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് കാണാം അല്ലേ. അർജുനൻ്റെ സഖാവായിട്ട്, അവതാര വരിഷ്ഠനായിട്ട്, സർവഭൂതങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു പരമാത്മാവായിട്ട്, സർവ പ്രപഞ്ചത്തിനും ഉപരിയുള്ള ആ ഒരു പരമ തത്വമായിട്ട് ഒക്കെ, ഏറ്റവും താഴ്ന്ന തലം മുതൽ ഏറ്റവും ഉന്നതമായിട്ടുള്ള തലത്തിൽ വരെയുള്ള സാധകന്മാരെയൊക്കെ ഉണർത്തിക്കൊണ്ട് പരമതത്വത്തിലേക്ക്, ആ ഒരു സ്വരൂപ സ്ഥിതിയിലേക്ക് നമ്മളെ ഉയർത്തുന്ന ഈ ഒരു മഹത്തായിട്ടുള്ള ഉപദേശം നമുക്കൊക്കെ അതിൻ്റെ ഒരു ശരിയായിട്ടുള്ള പഠനത്തിലേക്കും ആ ഒരു നിഷ്ഠയിലേക്കും എത്താൻ കഴിയട്ടെ. നമ്മൾക്ക് അറിയുന്നതിനനുസരിച്ച്, മനസ്സിലാക്കുന്നതിനനുസരിച്ച് നമ്മൾ ഇതിനെയൊക്കെ പങ്കുവയ്ക്കുകയും കൂടി ചെയ്യണം. കാരണം നമുക്ക് ഇത് ഒക്കെ കേട്ടാൽ ചിലപ്പോൾ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ മറന്നു പോകും. നമുക്ക് ആരോടെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം, നമ്മൾ അറിയുന്ന കാര്യങ്ങൾ ഒന്ന് ചർച്ച ചെയ്യണം എന്നൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മൾ ഇതിനെ കൂടുതൽ ചിന്തിക്കും. അപ്പോൾ നമ്മൾ അറിയുന്നത് എല്ലാം അറിഞ്ഞിട്ട് ഉപദേശിക്കാനൊന്നും നമുക്ക് സമയം കിട്ടില്ല. അപ്പോൾ അറിയുന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. അപ്പം നമുക്കത് ഓർക്കും, അതിനുള്ള അവസരങ്ങൾ നമുക്കുണ്ടാവും. അതുകൊണ്ട് എല്ലാവർക്കും ഈ ഒരു ഗീതയുടെ ഉപദേശത്തിലൂടെ, ഭഗവാന്റെ ഉപദേശത്തിലൂടെ പരമമായിട്ടുള്ള ആ ഒരു തത്വത്തിലേക്ക് യോഗ അനുഷ്ഠാനത്തിലൂടെ ഉയരാൻ കഴിയട്ടെ. എല്ലാവർക്കും നമസ്കാരം.